അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. വീട്ടിൽ വിരുന്നുകാരുണ്ട്. നിക്കൂ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷ എന്നെ തഴയാൻ നോക്കണ്ട. ഞാൻ പോട്ടെ. അല്ല, ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോടെന്താ പറയാറുന്നത്? കാലത്ത് 1 മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ വെയിറ്റ് ചെയ്തു. ഈശ്വരാ, ഏട്ടൻ അവളോട് നിനക്ക് എന്താ ഇടപാട്? ഒന്നുമില്ല, ഈ ടൈപ്പ് റൈറ്റിന്റെ കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തയാക്കും. നോക്കി പേടിപ്പിക്കുന്ന എന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മ കേസുണ്ടോ? കേസ് നിന്നെ വിജയനെപ്പോ വന്നു? കുറച്ചേരെ ഇരിക്കേ. എന്താ വടിയൊക്കെ ആയിട്ട്? വടി അളിയും കോടതിയിലായിരിക്കും. അല്ല, ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. ഞാനത് അകത്ത് വെച്ചിട്ട് വരാം. ഇവിടെ വരാൻ. നിന്നെ ഇന്ന് ഞാൻ എന്താ ഗോപാലകൃഷ്ണ? അല്ല തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ലാതെ നിൽക്കുക. നിന്റെ തുണി ഒന്നിരിക്കും. വിജയനൊക്കെണ്ടോ? നീ എന്തിനാടി അലവലായി ചെറുക്കനോട് സംസാരിച്ചോണ്ടെന്ന്? ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞാനല്ല സംസാരിച്ചത്. ഞാൻ കണ്ടല്ലോ. നേരാണോടി? നിന്റെ തുള്ളി ഞാൻ വിളിച്ചോളി. ടൈപ്പിടി ഞാൻ നിർത്തും. ഈ വീട്ടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. 2 കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത്. നീ ആരെ വേണമില്ല അങ്ങ് പ്രേമിച്ചോ. എനിക്കൊരു പരാതിയില്ല. പക്ഷെ കാമുവിന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോകണം. സദ്യം നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴെങ്കിൽ ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? പതുക്കെ ഗോപാലകൃഷ്ണ, വിജയം കേക്കണ്ട. എടി ഓടിയപ്പുറത്ത്.